ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന 3 അപ്കമിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയണ്ട, നമുക്ക് എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയാണ് കാണിക്കുന്നത്. ചന്ദ്രയുടെ അടുത്തേക്ക് നമ്മുടെ ശ്രുതി ഓടി വരികയാണ്. എന്നിട്ട് പറയണം, അമ്മേ, അമ്മ പറഞ്ഞല്ലോ ഡയറ്റീഷ്യനെ കാണുന്നത്, ഡയറ്റീഷ്യനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തായാലും വണ്ണമൊക്കെ കുറച്ച് സുന്ദരിയാവാന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രുതി വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറ്റീഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. വന്ന വഴി തന്നെ ഡയറ്റീഷ്യൻ പറയുന്നത്, നിങ്ങൾ ആ കുടിക്കുന്ന ചായയാണോ? എങ്കിൽ ആദ്യം അത് നിർത്തൂ. ഇത് കേട്ട് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ്. ചായ നിർത്താനോ? ഡയറ്റ് എടുക്കുമ്പോൾ ആദ്യം ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. കോഫി പൗഡർ അതിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ, അതും കട്ട് ചെയ്യുക. ചായ കുടിക്കരുത്. അയ്യോ, ഒരു ദിവസം 4-5 തവണയെങ്കിലും ഞാൻ ചായ കുടിക്കുന്നതാണ്, എനിക്ക് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണേ. നിങ്ങൾ വണ്ണം കുറച്ച് കഴിഞ്ഞാലേ 10-20 വയസ്സ് കുറയും, ചെറിയ പെണ്ണിനെ പോലെ ഇരിക്കുമെന്ന് പറയുന്നത്. ഇത് കേട്ട സച്ചി പറയണം, എന്ത് അമ്മ ചെറിയ പെണ്ണിനെ പോലെ ഇരിക്കുന്നോ? അച്ഛാ, അപ്പം അച്ഛനാട്ടോ ബുദ്ധിമുട്ടാവുന്നത്. അച്ഛനും അമ്മയും കൂടി പോകുമ്പോഴേ അച്ഛൻ്റെ മകളാണോ എന്ന് ചോദിക്കില്ലെന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷം രോമാഞ്ചം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ചന്ദ്ര അങ്ങ് പുകഴ്ത്തി അങ്ങ് കയറുകയാണ്. ആൻറ്റിയെ കാണാൻ നല്ല ചബി പോലെയാണ് ഇരിക്കുന്നത്, അല്ലാതെ ആൻറ്റിയെ തടിച്ചൊന്നും അല്ല ഇരിക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയണം, ചപ്പിയോ? ചപ്പിയല്ല, ചബി. നല്ല ഉരുണ്ട് ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള കൊഴുത്ത എന്നാണ് അർത്ഥം എന്ന് പറയണേ. ആൻറ്റിയുടെ മുഖത്തെ നല്ല ആ, എന്താ പറയുക, തേജസ് എന്ന് പറയണേ. തേജല്ല, തേജസ്. അപ്പോഴേക്കും വർഷം വന്നിട്ട് ഒഴിഞ്ഞു നോക്കുകയാണ്. പിന്നെ ആ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ അങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സച്ചി പറയണം, വണ്ണം കുറയ്ക്കാനാണെങ്കിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചാൽ പോരെ. അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഒരിക്കലും ആരോഗ്യകരമായിട്ടുള്ള രീതിയല്ല. നമ്മൾ ഡയറ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുറച്ചിട്ട് നല്ല അതിൻ്റെ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. അതിനനുസരിച്ചുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും ചന്ദ്ര പറയണം, ഓഹോ, അവൻ അങ്ങനെയൊക്കെ പറയും, അവൻ അസൂയാണ്. ഈ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആരാണ്? അപ്പോഴേക്കും ചന്ദ്ര ഉടനടി പറയണേ, ഈ വീട്ടിൽ പാചകക്കാരി ദേ ഈ നിൽക്കുന്നവളാണ്, നമ്മുടെ രേവതിയും കാണിച്ചിട്ട്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ രേവതിക്കും എല്ലാവർക്കും അങ്ങ് വിഷമാവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, അവൾ പാചകക്കാരിയാണോ വീട്ടിൽ? നിൻ്റെ മരുമകളാണ്, നിനക്കെന്താ ഇത്ര പുച്ഛം? ഈ വീട്ടിലെ മരുമകളാണ് അവൾ. അപ്പോഴേക്കും സച്ചി പറയാം, ഈ വീട്ടിൽ വെച്ച് വിളമ്പുന്ന അവൾ തന്നെയാണ്, പക്ഷേ ഈ വീട്ടിലെ മരുമകളാണ്, എൻ്റെ ഭാര്യയാണ്. അവളുടെ ജോലി വെച്ച് വിളമ്പൽ മാത്രമല്ല, അവളൊരു ഫ്ലവർ മെർച്ചൻ്റ് കൂടിയാണ്. അവൾ ഡെക്കറേഷൻ വർക്ക് കൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓ, ഇവൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇവൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി കുറേ കാലത്തിന് ശേഷം ഉണ്ടല്ലോ, മണ്ഡപത്തിൻ്റെ മുഴുവൻ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അവളാണ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ കിട്ടാൻ പോകുന്നത് രേവതിക്കാണ്. അപ്പോൾ അവളൊരു ബിസിനസ് വുമൺ ആണെന്ന് കൂടെ പറയണം. അപ്പോഴേക്കും ഡയറ്റീഷ്യൻ പറയും, ഓ അങ്ങനെയാണോ? എന്തായാലും ഞാൻ ഈ ഒരാഴ്ച ചന്ദ്രയ്ക്ക് കഴിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം. ഇനി ഇന്ന സമയത്ത് ഇന്ന സാധനങ്ങളൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ സച്ചി പറഞ്ഞു, ഇതെന്തായാലും കൊള്ളാമല്ലോ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് എത്ര രൂപയാവും എല്ലാ സാധനങ്ങളും കൂടി? ഞാൻ കൊടുത്തോളാം എന്ന് പറയണം. അപ്പോൾ ഒരാഴ്ചത്തേക്ക് 3500 രൂപ എന്ന് പറഞ്ഞു. ഇത് കേട്ട ശ്രുതി അങ്ങ് ഞെട്ടുകയാണ്. ശ്രുതി അങ്ങ് ഇങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. 3500 രൂപയോ? അപ്പോൾ 10-12,000 രൂപ അമ്മയ്ക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. എന്തായാലും നല്ല കാര്യമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും ഡയറ്റീഷ്യൻ പറയും, ഇത് ഫുഡിൻ്റെ മാത്രം ചാർജാണ്. ഇനി എൻ്റെ ഫീസ് 4500 രൂപ ഒരാഴ്ചത്തേക്കെന്ന് പറയണേ. ഇതുകൂടി കേട്ടതോടുകൂടി ശ്രുതിയുടെ നെഞ്ചങ്ങ് പെടയാണ്. ശ്രുതിയാണെങ്കിൽ രൂക്ഷമായിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഡയറ്റീഷ്യൻ പറയണേ, എന്തായാലും എൻ്റെ പൈസയും ഫുഡിൻ്റെ പൈസയും നിങ്ങൾ അയച്ചേക്ക്, ഞാൻ പിന്നീട് വരാം, അടുത്ത ആഴ്ച വരാമെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. ഈ പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ശ്രുതി പറയണേ, എങ്കിൽ പിന്നെ നമ്മുടെ അമ്മയ്ക്ക് പറയുന്ന സാധനങ്ങളുണ്ട്, എനിക്ക് ശ്രുതിക്കും കൂടെ ഉണ്ടാക്കി തരാൻ രേവതിയോട് പറയുമ്പോഴേക്ക് രേവതി പറയാം, ഈ ഡയറ്റീഷ്യൻ വിളിച്ചിട്ട് ചോദിക്കണം, അല്ല ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നത്? അപ്പോൾ ഡയറ്റീഷ്യൻ പറയാം, ഞങ്ങൾ ചാർജൊന്നും ചെയ്യാറില്ല, ഞങ്ങളിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ലാത്തടത്തോട്ട് ആളുകളെ ഇങ്ങനെ പെർ ഡേ 300 രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നതെന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയണം, എങ്കിൽ ഓക്കെ ഓക്കെ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ രേവതി, അമ്മയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരാം, സമയമാണല്ലോ സച്ചേട്ടൻ്റെ, ബാക്കിയുള്ള ആർക്ക് വേണമെങ്കിലും പിന്നെ എനിക്ക് പൈസ കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറയുകയാണേ. അങ്ങനെ 300 രൂപ വെച്ചിട്ട് പെർ ഡേ തരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. അടിപൊളി രേവതി, അങ്ങനെ തന്നെ പറയാം. 300 അല്ല, നിൻ്റെ ചാർജ് 500 രൂപ. എടാ ശ്രീകാന്തേ, നീയാണ് കുക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ നീ എത്ര രൂപ മേടിക്കുക? അപ്പോൾ ശ്രീകാന്ത് പറയാം, ഞാനാണെങ്കിൽ ഒരു 2000 രൂപയ്ക്ക് മേടിക്കുമെന്ന് പറയുകയാണേ. നീ 2000 രൂപ, എന്തായാലും രേവതിക്ക് 500 രൂപ, എന്തായാലും രേവതിക്ക് 500 രൂപ കൊടുക്കാൻ നീ തയ്യാറാണല്ലോ, അപ്പോൾ അവൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. എന്ത് 500 രൂപയോ? പിന്നെ 500 രൂപയ്ക്ക് ഭയങ്കര കൂടുതലാണ്, 300 രൂപ വലിയ കുഴപ്പമില്ലെന്ന് പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാം, എനിക്ക് 500 രൂപ കിട്ടാതെ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരില്ല എന്ന് പറയുകയാണേ. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്, അല്ല നിന്നെപ്പോലെ വെറുതെ ഇരിക്കില്ലെന്ന് ശ്രുതി പറയുകയാണേ. അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ്, ആര് വെറുതെ ഇരിക്കുന്നതെന്ന്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ നിറയെ ജോലികളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഓരോരുത്തരുടെ ഡയറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കണം, എനിക്ക് പൈസ തന്നാൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവൾ പറയുന്നത് ശരി തന്നെയല്ലേ?
അവൾ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കണം. അതിനിടയിൽ നിനക്കുള്ള ഫുഡും ഉണ്ടാക്കി തരണം. അപ്പോൾ നിനക്കുള്ള ഫുഡ് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യം. നിന്റെ ഭാര്യയോട് പറ ഉണ്ടാക്കി തരാൻ. അല്ലെങ്കിൽ രേവതി പറഞ്ഞ പോലെ പൈസ കൊടുക്ക്. പിന്നെ ഇവരെന്താ ചെയ്തു തരാത്തതെന്നുള്ള എനിക്ക് മനസ്സിലായി. ഞാനും അഭിയൊക്കെ നല്ല സ്ലിം ആയിട്ടിരിക്കുന്നതേ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ പെട്ടെന്ന് ചിന്തിക്കുകയാണ്. സുജി ചിന്തിക്കുകയാണ്. ഓ, സച്ചി പറയാ, ദൈവമേ, സ്ലിം ആയാലുള്ള അവസ്ഥയെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചിരി എന്ന് പറയണം. എന്തായാലും അമ്മയ്ക്കുള്ള ഭക്ഷണം അത് രേവതി ഉണ്ടാക്കി തരും. ബാക്കിയുള്ളൊരു കാര്യമൊന്നും രേവതി നോക്കേണ്ട ആവശ്യമില്ല. പാർലർ മെയ്ഡ് ഉണ്ടാക്കി തരാൻ പറ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിച്ചിട്ട് സച്ചി അങ്ങ് പോവാണ്. ചന്ദ്രയ്ക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആജ്ഞാപിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ചന്ദ്ര സ്ലിമ്മായി സുന്ദരിയാവുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ട്രാഫിക് പോലീസിനെയാണ്. അരുൺ ആ, എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ അരുണാണെങ്കിലോ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ സച്ചി കാരണം സസ്പെൻഷനിലായി നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് സച്ചിയുടെ മുഖമാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്. അരുൺ പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും അവനെ ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ് കേട്ടോ. അരുണിനെ ഇങ്ങനെ തള്ളി ഇടുന്നുണ്ട്. അപ്പോൾ അരുൺ ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി അരുണിൻ്റെ പോക്കറ്റിലാണ് ഇങ്ങനെ ഇരിക്കുക, എന്താ പറയുക, പിടിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അരുൺ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രൂക്ഷമായിട്ടാണ് അവിടേക്ക് ദേവും വരികയാണ്. അപ്പോൾ ദേവുവിനെ കണ്ടത് അരുണിൻ്റെ അമ്മ, ആ മോളെ ദേവു, നീ വന്നല്ലേ, എന്തായാലും വന്നത് നന്നായി, ഇന്നാണ് അരുൺ ചാർജ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ അരുൺ വരികയാണ്. അരുൺ വന്നിട്ട് ദേവുവിനോട് പറയണം, എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം, ഞാനേ ഇന്നാണ് വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയണേ. എന്തായാലും നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുക, നിറയെ ഡ്രസ്സ് കഴുകാനില്ലേ, ഇനി എന്തെങ്കിലും റൂമിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഹാങ്ങറിലേ കീറിയതായിട്ട് കിടക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊന്നും എടുക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയണേ. അപ്പോൾ എന്തിനാ മോളെ, ദേവു അപ്പോഴേക്കും ചോദിക്കണേ, നിങ്ങൾ എന്തിനെക്കുറിച്ചായി പറയുന്നത്? ഒരു റൗഡി ചെറുക്കനുണ്ട്, അവനെ പിടിച്ച് ഉന്തിയെന്നോ അവൻ്റെ ഡ്രസ്സ് കീറിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ദേവു പറയാം, ഓ, പോലീസുകാരനെ പിടിച്ച് ഉന്തിയെന്നോ, അപ്പോൾ സാറൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അരുൺ പറയണേ, ഞാനേ ആ സമയത്ത് പോലീസുകാരനായിരുന്നില്ലല്ലോ, ഞാൻ സസ്പെൻഷനിലായിരുന്നില്ലേ, ആ ഒരു ധൈര്യത്തിലാണ് അവൻ ഇതുപോലെയൊക്കെ ചെയ്തത്. എന്തായാലും ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തല്ലോ, ഇനിയിപ്പോൾ അവനെ പിടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് പോയിട്ട് തിരക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവ് അങ്ങ് പോവാണ്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയുടെ ഭരതനാട്യം ക്ലാസ്സാണ്. അവിടെ നിന്ന് ചന്ദ്ര ഇങ്ങനെ ഭരതനാട്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് രേവതിയോട് ശത്രുതയുള്ളൊരു സ്ത്രീ കൂടെ അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാമ പറയാണ്, ഞാൻ എല്ലാവർക്കും ചായ ഇട്ട് തരാമെന്ന് പറയണേ. ഹേയ്, എനിക്ക് വേണ്ട ചായ, ഞാനേ ഡയറ്റിലാണ്, എൻ്റെ വണ്ണം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഡയറ്റീഷ്യനൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡയറ്റിലുള്ളത് കൊണ്ടേ പിന്നെ പ്രത്യേകമായിട്ടുള്ള ഫുഡാണ്, അത് ആ പൂ കെട്ടുന്നവൾ ഉണ്ടായിക്കൊണ്ട് വരും. ഇത് കേട്ടത് നമ്മുടെ സ്ത്രീ ചോദിക്കുകയാണേ, പൂ കെട്ടുന്നവളോ, അതാരാ? അത് അവളുടെ മരുമകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? രേവതിയെ മരുമകളെന്ന് പറഞ്ഞൂടെ? പിന്നെ മരുമകൾ, എൻ്റെ ഭർത്താവിന് എന്താ ഭ്രാന്ത് തോന്നിയിട്ട് എവിടുന്നോ വലിച്ചോണ്ട് വന്നാണ്, ഇനി മരുമകളായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ കുറവും കൂടിയുള്ളൂ, എനിക്കൊന്നും അവളെ കണ്ടുകൂടാ. അപ്പോഴേക്കും മാമ പറയും, നിനക്ക് എങ്ങനെ കണ്ട് ഇഷ്ടപ്പെടും, അവളൊരു സാധാരണ പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടിയാണല്ലോ, അങ്ങനെ കുട്ടിയെ നീ സ്വീകരിക്കില്ല എന്നുള്ളത് എനിക്കറിയാലോ. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ എന്താ കുഴപ്പം, നല്ല ഗുണം ഉണ്ടാവണം. ആ ഗുണമൊന്നും അവൾക്കില്ല. ശരിക്കും പറഞ്ഞാലേ അവളെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ സമയത്ത് രേവതി ആണെങ്കിലോ ഭക്ഷണമായിട്ട് കയറി വരികയാണ്. ആ ഭക്ഷണമായിട്ട് കയറി വരുന്ന സമയത്ത് മറിഞ്ഞു നിന്നുകൊണ്ട് മറ്റേ പ്രേമിക്കുന്നൊരു പെൺകുട്ടിയും ചെക്കനും ഉണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന രേവതി അവരെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഇവളെ കണ്ടതോടുകൂടി അവരങ്ങ് പതിയെ നൈസായിട്ട് മാറുകയാണ്. അങ്ങനെ രേവതി അകത്തേക്ക് മാറുന്ന സമയത്ത് ആ അകത്തേക്ക് പോകുന്ന സമയത്ത് ആ രേവതിയുടെ ദേഷ്യമുള്ള സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീയെ തമിഴിൽ ചിന്താമണി എന്നാണ് പേര്, മലയാളത്തിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും. മലയാളത്തിൽ വരുന്നത് വരെ, അതായത് ഈ എപ്പിസോഡ് വരുന്നത് വരെ നമുക്ക് ആ തമിഴിലെ പേര് തന്നെ പറയാം, ചിന്താമണി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ സ്ത്രീയെ കണ്ടത് രേവതി ആകെ ഞെട്ടിപ്പോവാണ്. ഇവരോ, എന്താ ഇവരെവിടെ കണ്ടു കഴിഞ്ഞാൽ, ഇവരെ എൻ്റെ പുതിയ സ്റ്റുഡൻ്റാണ്. അപ്പോഴേക്കും ബാമ പറയാം, ദേ അമ്മയുടെ അടുത്ത് പഠിക്കാൻ വന്ന പുതിയ സ്റ്റുഡൻ്റാണ്, ഇവള് ഭക്ഷണമായിട്ട് വന്നതായിരിക്കും അല്ലേ. ഈ സമയത്ത് ചിന്താമണി പറയാണ്, എന്നെക്കുറിച്ചേ നന്നായിട്ട് രേവതിക്ക് അറിയാം, നിങ്ങളുടെ മരുമകളായിരിക്കുള്ളൂ, എന്നെ സംബന്ധിച്ചേ എൻ്റെ എതിരാളിയാണ്. ഇത് കേട്ടതും പിന്നെ ഞാൻ ആരുടെ എതിരാളിയല്ല എന്ന് പറഞ്ഞിട്ട് രേവതി സംസാരിക്കണ്ടേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയണത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവരുടെ ഡെക്കറേഷനും ഓർഡറും ഒക്കെ നീ എന്തിനാണ് പിന്നെ ഏറ്റെടുക്കുന്നത്? നീ അവരുടെ ഓർഡർ മേടിച്ച് കഴിഞ്ഞാൽ നിനക്കവർ തോൽപ്പിക്കാൻ പറ്റുമോ? എനിക്ക് അവരുടെ തോൽപ്പിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയണം. അപ്പോൾ ഈ സമയത്ത് ചിന്താമണി പറയണം, സാധിക്കും, പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴേക്കും രേവതി പറയാം, അമ്മ പറ, അമ്മയുടെ മരുമകളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. ഉവ്വ, നിന്നെ കൊണ്ട് കഴിയുമെന്നുള്ളത് ഞാൻ പറയണം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ കൊച്ചെന്ന് പറയുകയാണേ. അപ്പോൾ ഈ സമയത്ത് ചിന്താമണി പറയണം, അവൾ ഇഷ്ടമുള്ളത് പറയട്ടെ മാസ്റ്ററേ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 10-20 വർഷത്തിന് മേലെ എന്നെ തോൽപ്പിക്കാനായിട്ട് ഒരുപാട് എണ്ണങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട്.
പക്ഷെ അവരെയൊക്കെ ഞാൻ വിരട്ടി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇവളും ഓടിക്കോളൂ എന്ന് പറയണേ. ആ, നിങ്ങളെ കണ്ടിട്ട് വിരണ്ട് ഓടിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ വിരട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെയല്ല ഞാൻ. ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞേക്കാം. ഇവർ ഈ ഡാൻസ് ക്ലാസ്സിലൊന്നും ചേർന്നിട്ടുണ്ടാവും. അത് ഡാൻസ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. എൻ്റെ സമാധാനം കെടുത്താൻ വേണ്ടി മാത്രമാണ് അവർ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം അമ്മയോട് പ്രത്യേകമായിട്ട് പറയാം. ഇനി ഡാൻസൊക്കെ മര്യാദയ്ക്ക് പഠിപ്പിച്ച് ഉണ്ടല്ലോ, അവരൊരു ഡാൻസ് ക്ലാസ് തുടങ്ങും. അതിനുശേഷം അമ്മയ്ക്കെതിരായിട്ട് വന്ന് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വരാതിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചോ. ഈ സമയത്ത് ചന്ദ്ര പറയും, നിനക്ക് ഈ ഒരു ബഹുമാനവും ഈയിടെയായിട്ട് മുതിർന്നവരോടില്ല. ബഹുമാനിക്കുന്നവരെ മാത്രം ബഹുമാനിച്ചാൽ മതി. അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പാചകം ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ അല്ലേ ചെയ്തിരിക്കുന്നത്. അവൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും എല്ലാം ആവണം. ഈ സമയത്ത് നമ്മുടെ രേവതി പറയണം, ഒരാളെ പോലെ ഒരാൾക്ക് ആവാനൊന്നും പറ്റില്ല. അവരവർക്ക് അവരവരുടേതായ രീതിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അവർ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ചിന്താമണി ചന്ദ്രനോട് ചോദിക്കണം, നിങ്ങളുടെ മരുമകൾക്ക് എന്ത് അഹങ്കാരമാണ്? നിങ്ങളൊരു എന്താ പറയുക, അമ്മായിയമ്മയാണെന്ന് പോലും ആലോചിക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. ഇവളെ പോലെ ദരിദ്രവാസിയെ കെട്ടിക്കൊണ്ട് വന്നാൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. എൻ്റെ ഭർത്താവിനെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാസ്റ്ററെ. നിങ്ങളെ മരുമകളെ നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അടക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ്, രേവതി തന്നെ അടക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ്. അടുത്ത രാത്രിയായി. ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ചന്ദ്രയ്ക്ക് പ്രത്യേകം ഫുഡാണല്ലോ. ചന്ദ്രയുടെ ഫുഡ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ശ്രുതി പറയും, എനിക്കും കൂടെ എടുത്തുകൊണ്ട് വെക്കുമെന്ന് പറയണേ. അപ്പോഴേക്ക് രേവതി പറയാം, നിങ്ങളുടെ ഭാര്യയോട് ഇരിക്കണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞാൽ പോരെ. അപ്പോഴേക്ക് ശ്രുതി പറയാ, നിനക്ക് അമ്മയ്ക്ക് വിളമ്പി കൊടുക്കാൻ പറ്റുമല്ലോ, എനിക്ക് വിളമ്പി തന്നാൽ എന്താ കുഴപ്പം? അപ്പോഴേക്ക് രേവതി പറയാം, എനിക്ക് സൗകര്യമില്ല, നിങ്ങളുടെ ഭാര്യയോട് പറയുമെന്ന് പറയണേ. ഓ, കഷ്ടപ്പെട്ട് എടുത്ത് തരണ്ട, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയി എടുക്കുകയാണേ. അപ്പോൾ ഈ സമയത്ത് വർഷയോട് രേവതി ചോദിക്കുകയാണ്, വർഷയെ ഭക്ഷണം വിളമ്പി തട്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണം, ഓ, വർഷയ്ക്ക് വിളമ്പി കൊടുക്കാം, എനിക്ക് വിളമ്പി തരാനേ നിനക്ക് കുഴപ്പമുള്ളൂ. അതെ, എനിക്ക് നിങ്ങൾക്ക് വിളമ്പി തരാൻ തീരെ താല്പര്യമില്ല. അപ്പോഴേക്കും വർഷ പറയാം, അയ്യോ രവി ചേച്ചി, ഒരു സാധനം വിളമ്പി തരണ്ട, ദേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും രവി ചോദിക്കും, എന്തിനാ മോളെ, ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എടുത്ത് ഞാൻ ഉണ്ടാക്കിയ പിസ്സയാണ്, പ്രത്യേക തരത്തിലുള്ള ഫ്ലേവറോട് കൂടിയ പിസ്സയാണ്, നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ. എൻ്റെ അമ്മേ, അമ്മ ഡയറ്റിലോ നിൽക്കണം. അതുപോലെ തന്നെ ശ്രുതി, നീ ഒന്നും ചെയ്യണ്ട, നിങ്ങളിതൊക്കെ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറ. അമ്മയാണെങ്കിൽ നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്ന ആളല്ലേ, നല്ലപോലെ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് കൊഴുപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഫുഡ് അതൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി, അമ്മയുടെ കൊഴുപ്പൊക്കെ നന്നായിട്ട് മാറും. അല്ലാതെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടത് കൊണ്ട് ആരോഗ്യം കളയേണ്ടെന്ന് യാതൊരുവിധ ആവശ്യമില്ല എന്ന് പറയണം. അപ്പോഴേക്കും വർഷ പറയാം, അത് ശരിയായി, ഞാനൊരു ഫുഡിയാണ്, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അതുവരെയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടേ നമുക്ക് നന്നായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടവാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കണ്ടിന്യൂ ചെയ്യുന്നേ വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. രണ്ടുപേർക്കും പിസയുടെ മണം അടിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ കൂടെ ബുദ്ധിമുട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴേക്ക് ചന്ദ്ര പറയാം, നമ്മൾ പറയുന്നത് കേട്ടിട്ടേ ഞാൻ പറയുന്ന രീതിയിൽ വെച്ച് വിളമ്പാനായിട്ട് ഇവൾക്ക് പറ്റില്ലെങ്കിൽ ഇവൾ എവിടെയെങ്കിലും പൊക്കോളണം, ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും സച്ച് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും പൊക്കോളണം എന്ന് പറഞ്ഞാൽ ഈ വീട് വിട്ട് പൊക്കോളണം, ഇത് എൻ്റെ വീടാണെന്ന് പറയണം. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് രവീന്ദ്രൻ പറയും, എൻ്റെ പൊന്നു ചന്ദ്രേ, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്, നിൻ്റെ നാക്കാ ശരിയല്ലാത്ത, ബാക്കിയെല്ലാം ശരിയായിക്കോളും എന്ന് പറയണം. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയണം, ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ നിൽക്കാം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരെ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും അമ്മ പറയുന്നത് നേരെ തന്നെയാണ്, അമ്മയുടെ പേരിലുള്ള വീടല്ലേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ വെച്ച് വിളമ്പിയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും. എടാ അമ്മ എല്ലാ ദിവസവും പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്, അത് സാരമില്ല, ഞാൻ കേട്ടോളാം. പക്ഷേ അത് കേട്ടോണ്ട് നീ വായി തോന്നുന്ന പോലെ വിളിച്ചു പറയണം, ഞാൻ നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തുമെന്ന് പറയണേ. ഈ സമയത്ത് രേവതി പറയാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുക, അവർ പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ പറയട്ടെ, നമുക്ക് ദൈവത്തിന് വിടാം, ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും എന്ന് പറയാം. അപ്പോഴേക്കും ചന്ദ്ര പറയണം, ഓ, ദൈവത്തിന് അതല്ലേ പണി, നീ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, ഒന്ന് പോയേടി, വേറെ ആരോടെങ്കിലും ചെന്ന് പറയുമെന്ന് പറയണം. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, എൻ്റെ പൊന്ന് ചന്ദ്രേ, ഭക്ഷണത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ തല്ലു പിടിക്കല്ലേ. കുറച്ച് സമയത്തിനുണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഒരു ടേപ്പ് പോയിട്ട് വന്നിട്ട് ഒന്ന് അളക്കാൻ പറയണേ, എൻ്റെ വയറിൻ്റെ അളവ്. അപ്പോൾ എന്തിനാ അളക്കുന്നത്, നീ ഒന്ന് അളന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഖ്യ കിട്ടുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയണേ, അങ്ങനെയാണോ അമ്മേ, രാവിലെ അളന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുറച്ച് അധികം ഉണ്ടായിരുന്നു, ഇപ്പതേ നമ്മൾ ഡയറ്റ് എടുത്ത് 2 തവണ നമ്മൾ ഭക്ഷണം കഴിച്ചു, ഒറ്റ ദിവസം ഡയറ്റ് എടുത്തുള്ളൂ, അപ്പോഴേക്കും എൻ്റെ വെയിറ്റ് കുറഞ്ഞു അമ്മയെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരും കൂടെ കൂട്ടിച്ചിരിയിരിക്കുകയാണ്. ഈ സമയം ചന്ദ്ര ചോദിക്കുകയാണ്, എടാ വിഡി, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയില്ല, ഒറ്റ ദിവസം കൊണ്ട് നീ ഒറ്റ നേരം കൊണ്ട് ഭക്ഷണം മാറ്റിയത് കൊണ്ട് നിന്റെ വണ്ണം കുറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയണേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒരു പ്രശ്നം കേട്ടോ, വയറിനായി ഗുളുഗുളെന്ന് തുടങ്ങുകയാണ്.
പിന്നെ ഭയങ്കരമായിട്ട് വയറിളകാണ്. രണ്ടുപേരും ഭയങ്കരമായിട്ട് 2, 3 തവണ ബാത്റൂമിൽ പോവാണ്. രണ്ടുപേരും റൂമിന് പുറത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും ശ്രുതിയെ കണ്ടപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എന്താ നീ വന്നത്? അമ്മ എന്താ വന്നത്? എനിക്ക് വയറിന് സുഖമില്ലടാ. എനിക്കും അമ്മേ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് പറയാണ്. രണ്ടുപേരും കൂടെ കരഞ്ഞും പിഴിഞ്ഞിരിക്കുകയാണ്. ഈ നേരത്ത് രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ചന്ദ്രേ നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല. ആ, കാറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് നിന്നാണെന്ന് പറയണേ. അപ്പോഴേക്കും നിനക്ക് കാറ്റോ? പിന്നെ ആ, ഇങ്ങനത്തെ ഒരു കാറ്റ് വേണമായിരുന്നോ? മിണ്ടുന്നില്ല ചന്ദ്ര. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തിയിരുന്നത്. പിന്നെ ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. 3 എപ്പിസോഡ്സാണ് ഇവിടെ ഉള്ളത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ.